ലോകത്ത് എത്ര രാജ്യങ്ങൾ ഇപ്പോൾ യുദ്ധത്തിലുണ്ട് എന്നറിയാമോ? ചെറുതും വലുതുമായിട്ടുള്ള 30ഓളം രാജ്യങ്ങൾ പല കാലമായിട്ട് ഇപ്പോൾ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നീണ്ട 12 വർഷത്തോളം യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾ തന്നെ അതിനിടയിലുണ്ട്. ലോകക്രമത്തിൽ ഒന്നും രണ്ടും നിൽക്കുന്ന വൻ ശക്തികളായിട്ടുള്ള രാജ്യങ്ങൾ പോലും ഇപ്പോൾ ഓരോ യുദ്ധത്തിൽ പെട്ടുകിടക്കുകയാണ്. ഏതാനും രാജ്യങ്ങളുടെ പേര് മാത്രം ഞാൻ പറയാം. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അമേരിക്ക യുദ്ധത്തിലാണ്, ഇറാൻ യുദ്ധത്തിലാണ്, ഇസ്രായേൽ യുദ്ധത്തിലാണ്, കഴിഞ്ഞ 3 വർഷമായിട്ട് റഷ്യയും ഉക്രൈനും യുദ്ധത്തിലാണ്. യമനിലെ ഹൂതികളും അവിടുത്തെ വിമതരുമൊക്കെ ആയിട്ട് സൗദി സഖ്യസേന കഴിഞ്ഞ 13 വർഷമായിട്ട് യുദ്ധത്തിലാണ്. അസർബൈജാനും അർമേനിയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് യുദ്ധത്തിലാണ്. പിന്നീട് ഇസ്രായേലിൻ്റെയും പലസ്തീനിലെ ഗാസയുടെ കാര്യവും ഹമാസിൻ്റെ കാര്യം നമുക്കറിയാം. അതുപോലെ തന്നെ ഹിസ്ബുള്ള, അതേപോലുള്ള വിമത ടീമുകൾ, ഇറാൻ്റെ തന്നെ പ്രോക്സി ആയിട്ടുള്ള കുറേ ഭീകര ഗ്രൂപ്പുകൾ, ഇവരൊക്കെയായിട്ട് പല സമയത്ത് യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ തന്നെ ഏതാണ്ട് 30ഓളം രാജ്യങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള യുദ്ധത്തിലാണ്. ഇതുകൂടാതെ നൈജീരിയ, സുഡാൻ പോലുള്ള രാജ്യങ്ങളിലെ ആഭ്യന്തര ഗ്രൂപ്പുകൾ തമ്മിലുള്ള യുദ്ധം, അങ്ങനെ ഈ ലോകത്ത് തന്നെ നിരവധി യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറുവശത്ത് യുദ്ധങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റ് വാർത്തകളുടെയോ ഒന്നും ഒരു കെടുതിയുമില്ലാതെ വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, ലോകത്ത് തന്നെ വളരെ നിശബ്ദമായിട്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന 2 രാജ്യങ്ങളുണ്ട്. അതിലൊന്ന് ഇന്ത്യയും, ഒന്ന് തീർച്ചയായിട്ടും ചൈനയാണ്. അപ്പം നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ പോലെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം നീണ്ടു നിന്ന ഒരു യുദ്ധം നമ്മൾ നടത്തിയെങ്കിൽ അത് നമ്മളെ യാതൊരു രീതിയിലും സാമ്പത്തികമായിട്ടോ മറ്റൊരു രീതിയിലും നമ്മളെ ബാധിക്കുകയുണ്ടായില്ല. ഇവിടെ ആ യുദ്ധത്തെ തുടർന്ന് വിലക്കയറ്റമോ മറ്റ് യാതൊരു ബുദ്ധിമുട്ടുകളും ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടായില്ല. വളരെ നിയന്ത്രിതമായിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു. അതിൽ നമുക്ക് എല്ലാ രീതിയിലും മേൽക്കൈ ഉണ്ടായിരുന്നു. പിന്നെ ചില അതിർത്തി പ്രശ്നങ്ങൾ ചൈനയുടെ അയൽ രാജ്യങ്ങളുമായിട്ട് ഉണ്ടെങ്കിലും അവരും ഒരു യുദ്ധത്തിലേക്കൊന്നും ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവസരമാവാൻ പോകുന്നത് ഇന്ത്യക്കും ചൈനയ്ക്കുമാണ്. അതായത് ഊർജ്ജ പ്രതിസന്ധി തീർച്ചയായിട്ടും ലോകത്ത് ഉണ്ടാവും. പക്ഷേ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ ഓയിൽ ഉൽപ്പാദക രാജ്യങ്ങൾക്ക് തന്നെയാണ്. ആ കൂട്ടത്തിൽ ഈ അമേരിക്കയും ഈ ഓയിൽ ഉൽപ്പാദക രാജ്യങ്ങളിൽ പെടുന്ന ഒരു രാജ്യം തന്നെയാണ്. തീർച്ചയായിട്ടും യുദ്ധത്തിൽ പിന്നോട്ട് ഇറാൻ പോകും എങ്കിലും അവർക്ക് ഒരുപാട് രാജ്യങ്ങളുടെ കഞ്ഞുകൂടി മുട്ടിക്കാൻ പറ്റും. കാരണം അവരുടെ അതിർത്തി പ്രദേശം വഴിയാണ് പല കപ്പലുകൾക്കും പോവേണ്ടത്. അതൊക്കെ തടയാനോ ഉപരോധിക്കാനോ ഒക്കെ അവർക്ക് പറ്റും. പിന്നെ അവരെ കരയുദ്ധം നടത്തി തോൽപ്പിക്കുക ഏറെക്കുറെ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അവരുടെ ഭൂപ്രകൃതി തന്നെയാണ് അവരെ കാവലാൽ. അതായത് 1600 കിലോമീറ്ററോളം മലനിരകൾ അവരെ കോട്ട പോലെ കാക്കുന്നുണ്ട്. പോരെങ്കിൽ മരുഭൂമികളുണ്ട്. അപ്പോൾ അവിടെ ആ മണ്ണിലിറങ്ങിയിട്ട് ഇറാനെ തോൽപ്പിക്കുക എന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അത് അമേരിക്ക കൊണ്ട് നിലവിൽ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം വ്യോമസേനയോ നാവികസേനയോ പോലും ഇല്ലാത്ത അഫ്ഗാനിസ്ഥാനിലെ താലിബാനോട് പോലും കുറേ കാലം യുദ്ധം ചെയ്തിട്ട് അവസാനം ഇട്ടെറിഞ്ഞു പോവുകയാണ് അമേരിക്ക ചെയ്തത്. താലിബാൻ അല്ല ഇറാനിലെ പട്ടാളം. അവർക്ക് ഈ പറഞ്ഞ സംഗതികളെല്ലാം ഉണ്ട്. മാത്രമല്ല, ഇറാനെ പൂർണ്ണമായിട്ട് കീഴടക്കണമെങ്കിൽ ആ മണ്ണിൽ ഇറങ്ങാതെ പറ്റില്ല. അവർക്ക് ആകാശമാർഗം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തന്നെ മിസൈലോ ബോംബോ ഒക്കെ ഇടാം എന്നല്ലാതെ അവിടെ ഇറങ്ങി ഒരു കരയുദ്ധം നടത്തി അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടത്തിനെ മൊത്തം ഇല്ലായ്മ ചെയ്തിട്ട് മറ്റൊരു ബാബ സർക്കാരിനെയൊക്കെ വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ മണ്ണിൽ ഇറങ്ങിയേ പറ്റൂ. പക്ഷേ അതിന് സാധ്യമാവുമെന്ന് തോന്നുന്നില്ല. അവിടെ അമേരിക്കക്കാരൻ ഇറങ്ങിയാൽ ജീവനോടെ തിരിച്ചു പോകുമെന്ന് തോന്നുന്നില്ല. കാരണം അവരെ ഒന്നാമത് രക്ഷിക്കുന്നത് അവരുടെ ഭൂപ്രകൃതി തന്നെയാണ്. നീണ്ട 8 വർഷത്തോളം ഇറാഖുമായിട്ട് യുദ്ധം ചെയ്തിട്ടുള്ള ഒരു ചരിത്രം അവർക്കുണ്ട്. അതിനാൽ അവർ അത്ര വേഗം കീഴടങ്ങുന്നവരല്ല. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ജിയോ പൊളിറ്റിക്സിൽ ഒന്നും അസംഭവമല്ല എന്ന് പറയുന്ന പോലെ മറ്റൊരു സൈഡിൽ ഇന്ത്യയും ചൈനയും ഈ യാതൊരുവിധ ദുർഘട പ്രതിസന്ധിയുമില്ലാതെ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നു. ആഭ്യന്തര പ്രശ്നങ്ങളില്ല. ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കറിയാം, ചൈനയിലെ അകത്ത കാര്യം നമുക്കറിയില്ല. പക്ഷേ പുറമേ നോക്കുമ്പോൾ അവിടെയും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ 2 രാജ്യങ്ങളും GDPയുടെ കാര്യത്തിലും മറ്റ് എല്ലാത്തിൻ്റെ കാര്യത്തിലും മറ്റ് ലോകരാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ്. ഇവരെ രണ്ടുപേരെയും ഒരു തരത്തിലുള്ള യുദ്ധവും ബാധിച്ചിട്ടില്ല. ഊർജ്ജ പ്രതിസന്ധി തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ ചൈനയ്ക്കും ഇന്ത്യക്കും ഉണ്ടാവും. പക്ഷേ അതിനെ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ തരണം ചെയ്യാൻ തന്നെയാണ് സാധ്യത. കാരണം കോവിഡ് പോലെ ഒരു മഹാമാരി വന്ന സമയത്ത് വളരെ മിന്നൽ വേഗത്തിൽ 2 വാക്സിൻ കണ്ടുപിടിച്ചവരാണ് ഇന്ത്യ, അഥവാ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടേതായിട്ടുള്ള മാർഗ്ഗത്തിലൂടെ മറ്റ് ഊർജ്ജം കണ്ടെത്തുകയോ അല്ലെങ്കിൽ ബദൽ മാർഗ്ഗം തേടുകയൊക്കെ ചെയ്യും. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങൾ സൗരോർജ്ജത്തിലേക്ക് മാറുകയും അതിൽ നിന്ന് വൈദ്യുതി മറ്റുമൊക്കെ കണ്ടെത്തുകയൊക്കെ ചെയ്തതായിട്ട് നമ്മൾ വാർത്തകളിലൂടെയും മറ്റും കണ്ടിട്ടുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിലാണെങ്കിൽ നെടുമ്പാശ്ശേരി എന്ന എയർപോർട്ട് മുഴുവൻ പ്രവർത്തിക്കുന്നത് സോളാറിലാണ് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ മറ്റ് ബദൽ മാർഗ്ഗം തേടുകയോ അല്ലെങ്കിൽ നമുക്കുള്ള ഇതുവരെ നിലവിലുള്ള ഓയിൽ കരുതൽ ഓയിലും മറ്റുമൊക്കെ ഉണ്ട്. കൂടാതെ റഷ്യയിൽ നിന്ന് ഇപ്പോഴും നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിട്ടാവുന്ന സ്ഥലത്തു നിന്നെല്ലാം നമ്മൾ എണ്ണ വാങ്ങും. അതാര് വേണ്ട എന്ന് പറഞ്ഞാലും ഇന്ത്യയുടെ തീരുമാനമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. അതിനൊപ്പം തന്നെ നമുക്ക്
നമ്മുടേതായിട്ടുള്ള മറ്റു മാർഗ്ഗങ്ങളുണ്ട്. കുറേ കാലമായിട്ട് ഇന്ത്യ അങ്ങനെ തന്നെയാണ്. ഇന്ത്യ സ്വന്തം കാലിൽ നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തീർച്ചയായിട്ടും പല രാജ്യങ്ങളുടെയും വിമാനങ്ങൾ അഥവാ ആയുധങ്ങളടക്കം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ റഷ്യയുടെ ആണെങ്കിലും അമേരിക്കയുടെ ആണെങ്കിലും ഇസ്രായേലിൻ്റെ ആണെങ്കിലും ഫ്രാൻസിൻ്റെ ആണെങ്കിലും എല്ലാം. പക്ഷേ ഇതിനോടെല്ലാം നമ്മുടെ ആയുധങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് S-400 റഷ്യയുടെ കയ്യിലുമുണ്ട്, നമ്മുടെ കയ്യിലുമുണ്ട്. പക്ഷേ റഷ്യയുടെ കയ്യിലുള്ളതിനെ മറികടന്നുകൊണ്ട് ഉക്രൈൻ പലതവണ റഷ്യയിൽ കയറി അടിച്ചു. പക്ഷേ നമ്മുടെ കയ്യിലുള്ള S-400 മറികടക്കാൻ ചൈനയുടെ ആയുധത്തിനുമായില്ല, പാകിസ്ഥാൻ്റെ ആയുധത്തിനുമായില്ല, അതേപോലെ തന്നെ അമേരിക്കയുടെ വിമാനത്തിനുമായില്ല എന്നാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരോടൊക്കെ ഏത് രാജ്യത്തു നിന്നൊക്കെ എന്തൊക്കെ വാങ്ങിയാലും ശരി, അതിൻ്റെ കൂടെ നമ്മൾ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് നമ്മുടെ ശക്തി. അതായത് ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ കാരണം ഊർജ്ജ പ്രതിസന്ധി ഉണ്ടായാലും നമ്മൾ അതിനെ നമ്മുടേതായ രീതിയിൽ മറികടക്കും എന്ന് തന്നെയാണ് സാരം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഇത് വലിയ അവസരമാണ്. റഷ്യയും അമേരിക്കയും ഒക്കെ ഉള്ള വൻ ശക്തികൾ വരെ പെട്ടുകിടക്കുമ്പോൾ അതൊന്നും ബാധകമല്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരർത്ഥത്തിൽ സുവർണ്ണ അവസരം തന്നെയാണ് ഇന്ത്യക്കും ചൈനയ്ക്കും മുന്നിലുള്ളത്.